Hello everyone, how are you? I think all of you fine. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് യൂണിറ്റ് 2-ലെ എയിംസ് ആൻഡ് വാല്യൂസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആയിരുന്നു അല്ലേ. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ദ റോൾസ് ഓഫ് സ്കൂൾ ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ, അതായത് ആരോഗ്യ വിദ്യാഭ്യാസത്തിലെ സ്കൂൾ നിയമങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. ഓക്കെ, സ്കൂൾ ഹാവ് എ ഇമ്പോർട്ടൻറ്റ് റോൾ in play in developing health consciousness among the children. The sense of hygiene as well-being should last in the whole life of the individual. School should insist cleanliness and neatness along with the sense of hygiene. അതായത് കുട്ടികളിൽ ആരോഗ്യ അവബോധം വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്കൂളുകൾ വളരെയധികം പ്രധാനപ്പെട്ട ഒരു പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്. അതായത് അവരിൽ എങ്ങനെയാണ് ഇൻഡിവിജ്വലായിട്ട് ക്ലീനോട് കൂടിയിട്ടും നീറ്റ്നെസ്സിനോട് കൂടിയിട്ടും ഹെൽത്തോട് കൂടിയിട്ടും ഹൈജീനൊക്കെ എങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഹെൽത്ത് എങ്ങനെയാണ് ഉണ്ടാവുക, അതിനെക്കുറിച്ചുള്ള ഒരു ശുചിത്വ അവബോധം ഉണ്ടാക്കിയെടുക്കുന്നതിൽ സ്കൂളുകൾ വളരെയധികം പങ്കുവഹിക്കുന്നുണ്ട്. The school should help to develop essential habits of health. They include, അതായത് നമുക്ക് ആരോഗ്യശീലങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്കൂളുകളിൽ നിന്ന് കുട്ടികൾക്ക് എന്തൊക്കെ ഹാബിറ്റ്സാണ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുക എന്നതാണ് നമ്മൾ നെക്സ്റ്റ് പറയുന്ന പോയിൻറ്റ്സുകൾ. ഫസ്റ്റ് പോയിൻറ്റ്, വാഷിംഗ് ഹാൻഡ്സ് ആൻഡ് മൗത്ത് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഹാവിങ് ഫുഡ്. അതായത് ഭക്ഷണശേഷവും ഭക്ഷണത്തിൽ കഴിക്കുന്നതിന് മുന്നേയും എന്ത് വേണം, ആഫ്റ്ററും ബിഫോറും ഹാൻഡ്സും മൗത്തും നന്നായിട്ട് വാഷ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാം. അതേപോലെ തന്നെയാണ് കീപ് പേഴ്സണൽ ഹൈജീൻ ബൈ മെയിൻറ്റെയിനിങ് നീറ്റ്നെസ് ആൻഡ് ക്ലീൻനെസ്. വൃത്തിയും വെടിപ്പും പാലിച്ചു കൊണ്ടിട്ട് ഒരു വ്യക്തിഗത ശുചിത്വം പാലിക്കുക. ദെൻ തേർഡ് പോയിൻറ്റ്, റെഗുലർ ടോയ്ലറ്റ് ഹാബിറ്റ്. അതായത് റെഗുലറായിട്ട് ടോയ്ലറ്റിലേക്ക് പോകുന്നതിനുള്ള ബെനിഫിറ്റ് എന്താണ്, അത് പോയിട്ടില്ലെങ്കിൽ നമ്മളെ ബോഡിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരിക എന്നുള്ളൊരു അവയർനെസ് കൊടുക്കുക. ദെൻ ഫോർത്ത് പോയിൻറ്റ്, ബ്രഷിങ് ടീത്ത് ട്വൈസ് എ ഡേ. ദിവസവും 2 നേരം പല്ല് തേക്കണം എന്ന് പറഞ്ഞു കൊടുക്കാം. ദ നെക്സ്റ്റ് പോയിൻറ്റ്, വാഷിംഗ് വൺ സെൽഫ് വെൻ എവർ നെസസറി എസ്പെഷ്യലി ആഫ്റ്റർ പ്ലേ ജേണി എക്സെട്ര. അതായത് കളിക്കാൻ പോയത് വന്നതിന് ശേഷം വീട്ടിലേക്ക് കയറുമ്പോൾ എന്ത് ചെയ്യുക, നല്ല ക്ലീനോട് കൂടിയിട്ട് വീട്ടിലേക്ക് കയറണം എന്ന് പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ കളി കഴിഞ്ഞ് വന്ന് ക്ലീൻ ആയതിനു ശേഷം മാത്രം എന്ത് ചെയ്യാം, ഭക്ഷണം കൊടുക്കാം. അതുപോലെ തന്നെ പുറത്ത് പോയതിനു ശേഷവും എന്ത് ചെയ്യാം, അതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് കുട്ടികൾക്ക് എന്ത് ചെയ്യുക, പറഞ്ഞു കൊടുക്കാം. ദ ലാസ്റ്റ് പോയിൻറ്റ്, besides developing these habits, the school must take care in providing children with nutritious balanced food. നമ്മൾ സ്കൂളുകളിൽ നിന്ന് ഫുഡ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ന്യൂട്രീഷ്യൻസ് അടങ്ങിയിട്ടുള്ള ഫുഡ് കൊടുക്കുക. ആ ഫുഡ് കൊടുക്കുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്താണ് നമ്മുടെ ബോഡിക്ക് ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുകയും അതുവഴി അവർക്ക് എന്ത് ചെയ്യും, ആ ഒരു ഹാബിറ്റ്സ് എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കും. ഓക്കെ, നമ്മളിപ്പോൾ 6 പോയിൻറ്റ്സ് ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയായിരുന്നു? വാഷിംഗ് ഹാൻഡ്സ് ആൻഡ് മൗത്ത് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഹാവിങ് ഫുഡ്, കീപ് പേഴ്സണൽ ഹൈജീൻ ബൈ മെയിൻറ്റെയിനിങ് നീറ്റ്നെസ് ആൻഡ് ക്ലീൻനെസ്, റെഗുലർ ടോയ്ലറ്റ് ഹാബിറ്റ്സ്, ബ്രഷിംഗ് teeth twice a day, washing oneself whenever necessary especially after play journey etc. Besides developing these habits, the school must take care in providing children with nutritious balanced food. അപ്പോൾ നമ്മൾ 6 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ. അതായത് ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യാനുള്ള എന്തൊക്കെ കാര്യങ്ങളാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് വേരിയസ് സോഴ്സ് ഓർ ഏജൻസീസ് ഫോർ ഇംപ്രൂവിങ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. അതായത് ഹെൽത്ത് എഡ്യൂക്കേഷൻ മെച്ചപ്പെടുത്തുന്നതിന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വിവിധ സോഴ്സുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് പോയിൻറ്റ്, ചാർട്ട് ആൻഡ് പോസ്റ്റർ ഷോവിങ് പ്രോപ്പർ ഹൈജീൻ കണ്ടീഷൻസ്. അതായത് ശരിയായിട്ടുള്ള ശുചിത്വ അവസ്ഥ കാണിക്കുന്ന ചാർട്ടുകൾ എന്ത് ചെയ്യുക, പ്രദർശിപ്പിക്കുക. സെക്കൻഡ് പോയിൻറ്റ്, ചാർട്ട് ഇൻക്ലൂഡിങ് ദ റൂൾസ് ഓഫ് ഹെൽത്തി ലിവിങ്. ആരോഗ്യകരമായിട്ടുള്ള ജീവിത നിയമങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ചാർട്ട് തയ്യാറാക്കുക. ദെൻ തേർഡ്സ്, ബുക്സ്. നമ്മൾ ആരോഗ്യ നിയമങ്ങളും ശുചിത്വങ്ങളൊക്കെ കാണിക്കുന്ന ബുക്സ് നമ്മൾ വായിക്കുക. ദെൻ നെക്സ്റ്റ് ആണ് ഫിലിം റേഡിയോ പ്രോഗ്രാം. അതായത് ആരോഗ്യ നിയമങ്ങളും അതുപോലെ തന്നെയാണ് ശുചിത്വ ഹൈജീനെ കുറിച്ചിട്ടുള്ള ഫിലിം റേഡിയോ പ്രോഗ്രാം നമ്മൾ വാച്ച് ചെയ്യാം. ദെൻ ലാസ്റ്റ് ആണ് ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാം. ഹെൽത്തിൻ്റെ ഒരുപാട് അവയർനെസ് പ്രോഗ്രാം ഇപ്പോൾ നമ്മളെ സൊസൈറ്റിയിലാണെങ്കിലും അല്ലെങ്കിൽ സ്കൂളുകളിലായാലും കണ്ടക്ട് ചെയ്യുന്നുണ്ടല്ലേ. അതിലെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, പങ്കെടുക്കാം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വിവിധ സോഴ്സസുകൾ അല്ലേ, ഉറവിടങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. എത്ര പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു? 5 പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? ചാർട്ട് ആൻഡ് പോസ്റ്റർ ഷോവിങ് പ്രോപ്പർ ഹൈജീൻ കണ്ടീഷൻ, ചാർട്ട് ഇൻക്ലൂഡിങ് ദ റൂൾസ് ഓഫ് ഹെൽത്തി ലിവിങ്, ബുക്സ്, ഫിലിം റേഡിയോ പ്രോഗ്രാം, ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാം. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ ആണെന്ന് കരുതുന്നു.
നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് ദ റോൾസ് ഓഫ് സ്കൂൾ ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ, അതായത് ആരോഗ്യ വിദ്യാഭ്യാസത്തിലെ സ്കൂൾ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെയാണ് നമ്മളെ ഹാബിറ്റ്സുകൾ, ഹെൽത്ത് ഹാബിറ്റ്സുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതേപോലെ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വിവിധ സോഴ്സസുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത്രയും ഭാഗം ക്ലിയർ ആണെന്ന് കരുതുന്നു. നമ്മുടെ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.